ഷിരൂരിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി കാലാവസ്ഥാ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനാലും ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതുമാണ് പ്രതിസന്ധി. വിവരങ്ങളുമായി ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോൾ ഷിരൂരിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. എത്ര ദിവസത്തേക്കാണ് ഈ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്? ഹരിത, ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഡ്രഡ്ജർ സംവിധാനം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിൽ ഈ ദൗത്യം ഇപ്പോൾ നീളാൻ കാരണമായി വന്നത്. അതുകൊണ്ട് തന്നെ 10 ദിവസമെങ്കിലും ഈ ഡ്രഡ്ജർ സംവിധാനം ഇവിടെ എത്തിക്കുവാൻ വേണ്ടി വരുമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. അടുത്ത ബുധനാഴ്ച വരെ, അതായത് മിനിമം 10 ദിവസമെങ്കിലും ഇത്തരത്തിൽ ഈ ദൗത്യം പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ വലിയ രീതിയിൽ മരങ്ങൾ അടിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തെത്തിക്കണം. അതിനുശേഷം ഇവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ഈ ഡ്രഡ്ജർ സംവിധാനം കൊണ്ടുവന്നാലും ഇത്തരത്തിൽ ലോറി പുറത്തെടുക്കണമെങ്കിൽ ആദ്യം ഈ മരങ്ങൾ അടക്കം ഇവിടുന്ന് നീക്കം ചെയ്യണം. അതിന് സമയം ഏറെ വേണമെന്നാണ് ഈ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഈ നിലവിൽ ഇവിടെ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിലും സമാന സ്ഥിതിയാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗോവയിൽ നിന്ന് സമുദ്രമാർഗം വഴി എത്തിക്കുന്ന ഡ്രഡ്ജർ സംവിധാനം എത്തിക്കുന്നതിലെ കാലതാമസമാണ് ഇത്തരത്തിൽ ഈ ദൗത്യം പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് അർജുന്റെ കുടുംബത്തിനും ഏവർക്കും ഇത് നൽകുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഈ നഷ്ടപ്പെട്ട 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മലയാളി ഡ്രൈവറായിട്ടുള്ള അർജുൻ, അതുപോലെ തന്നെ 2 കന്നഡിഗരായിട്ടുള്ള ലോകേഷ്, അതുപോലെ ജഗന്നാഥ്, ഈ 3 പേരെയാണ് മൊത്തത്തിൽ ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള ദൗത്യം നിർത്തില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഈ സമയത്ത് സാധിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഡ്രഡ്ജർ സംവിധാനം ഇവിടെ എത്തിച്ച് ഇതിന്റെ ബന്ധപ്പെട്ട അനുകൂല സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ദൗത്യം മുന്നോട്ട് പോകുന്നതിൽ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഹരിത. ശരി ജോസഫ്.